അജ്മാനിലെ മലബാർ തട്ടുകടയിൽ വന്നിട്ട് ഉള്ള വെറൈറ്റി ഐറ്റംസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഐറ്റം നീലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. പൊറോട്ട, മുയൽ, ഇതെന്താണ് സാധനം, ചെമ്മീൻ റോസ്റ്റ്, അത് ചിക്കൻ പെപ്പർ, അപ്പം, പിന്നെയും പൊറോട്ട, ബീഫ് റോസ്റ്റ്. സർപ്രൈസ് അടിപൊളിയായിരുന്നു. അത് ഞാൻ അതിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തീരെ പ്രതീക്ഷിച്ചൊരു സംഭവമല്ലായിരുന്നു. അവിടെ വന്ന് കാണുമെന്നൊക്കെ ഒട്ടും പ്രതീക്ഷിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ദുബായ് വ്ലോഗിലെ 7th എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു ഏരിയയിലേക്കാണ്. അതായത് നമ്മൾ UAE വന്നിട്ട് ദുബായ്, ഷാർജ, അജ്മാൻ, അബുദാബി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫുജൈറ, കോർഫക്കാൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കറക്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഫുജൈറ, കോർഫക്കാൻ ഒക്കെ കണ്ടിട്ട് അതുവഴി നേരെ ഡിബയിൽ പോയി നമ്മുടെ അളിയൻ അവിടെ ഉണ്ടല്ലോ, നേരെ പോയി അളിയനെ അവിടുന്ന് പൊക്കിയെടുത്ത് അജ്മാനിൽ കൊണ്ടുവരാൻ പോവുക. ഇന്ന് അളിയൻ നമ്മുടെ കൂടെ ആയിരിക്കും സ്റ്റേ രാത്രി. അപ്പോൾ ഇതാണ് ഫുജൈറ. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ഗൾഫ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, അതുമായിട്ട് നല്ല സാമ്യം തോന്നിയത് എനിക്ക് ഈ ഫുജൈറ കണ്ടപ്പോഴാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഫുജൈറ, കോർഫക്കാൻ, ഇങ്ങനെയൊക്കെയാണ് സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. എന്തൊരു മാക്കാനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ കാറ് നമ്മളിവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് വരുന്ന വഴി ഇത് ജസ്റ്റ് ഒരു ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിനടുത്തായിട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന യൂണിവേഴ്സിറ്റി, അതിനടുത്തായിട്ട് കുറച്ച് വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ കാണാം. അച്ഛാ എന്തേ പോന്നു കണ്ട എങ്ങനെയുണ്ട് ഗൈസ്? എനിക്കിത് ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നിർത്താതെ ഇങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാനും എൻ്റെയൊക്കെയുള്ളൊരു പാർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. നല്ലൊരു സ്ഥലം. ഇതിൻ്റെ ലെഫ്റ്റിലായിട്ടും ബാക്കിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മലകളാണ്. ഇതിൽ അവിടെ ഇതേ കണ്ടോ, നമ്മൾ പണ്ട് പടമൊക്കെ വരയ്ക്കുന്ന മാതിരി കുന്നിനിടയിൽ കൂടെ സൂര്യൻ നിൽക്കുന്നത്. ഈ സ്ഥലമൊക്കെ ഇതിനു മുന്നേ നിങ്ങൾ ഏതെങ്കിലും വീഡിയോസിലോ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരുന്നത് ഒരു വലിയ സംഭവമായിട്ട് തന്നെ ഞാൻ കരുതുന്നത് കേട്ടോ. കിടിലൻ സ്ഥലം ഗൈസ്, കിടിലൻ സ്ഥലം, ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്. നോക്ക്, ഇവിടെയുണ്ട്, അതിൻ്റെ ബാക്ക് സൈഡിലും ഉണ്ട്. എല്ലായിടവും ഇതുപോലെ ഫൗണ്ടെയിനാണ്. ഇതിൻ്റെ സെൻറ്റർ കാണാൻ കിടുക. ഗൈസ്, ഈ കാണുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. വിമൻസ് കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെയാണ്. അതിൻ്റെ മുൻവശമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഈ വാട്ടർ ഫൗണ്ടെയിനും ഈ കുന്നും ഒക്കെ ഉള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുജൈറയിലെ ആ ഒരു വാട്ടർ ഫൗണ്ടെയിനും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് പിന്നീട് പോയത് കോർഫക്കാനിലേക്കാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കോർഫക്കാൻ ബീച്ചിലേക്കാണ്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോർഫക്കാൻ ബീച്ചിലാണ്. ബീച്ചിൽ എന്ന് വെച്ചാൽ ബീച്ചിൽ എത്തിയിട്ടില്ല, ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടുള്ള വഴിയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലായിടവും പാർക്കുകൾ നിർബന്ധമാണ് ഗൈസ്. ബീച്ച് ഏരിയയിലാണെങ്കിൽ പോലും ബീച്ചിനടുത്ത് വരെയും പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മുടെ GTA 5 കാണുന്ന പോലെ നടക്കാനുള്ള വഴി. അവിടെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് പോയി അച്ചായ എന്തോ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തോന്നുണ്ടോ അച്ചായ എന്നെ ജെറ്റ് സ്കീയിൽ കയറ്റണം എന്നും പറഞ്ഞുകൊണ്ട് വന്നതാട്ടോ. പക്ഷെ അവധി ദിവസമേ ജെറ്റ് സ്കീ ഉള്ളൂ എന്ന് പറയുന്നു. ഞാൻ രക്ഷപ്പെട്ട് നിർബന്ധമായിട്ടും അത് കയറണം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഭാഗ്യത്തിന് അവസാനം ഇല്ല, അവധി ദിവസം മാത്രമേ സംഭവം ഉള്ളൂ. ഗൈസ്, ആ കാണുന്ന വണ്ടി ഉണ്ടോ, അത് വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വണ്ടി അതിനകത്ത് വല കെട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട പോയേക്കുന്നത് ഇങ്ങനെ പോയേക്കാണ് കടലിൻ്റെ അങ്ങ് വരെ. കുറേ ദൂരത്തോട്ടുണ്ട് ഇത്. ക്യാമറയിൽ മാക്സിമം ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. നല്ല ഡിസ്റ്റൻസിൽ നിന്ന് അതിങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക അവർ.
അത് ഞാൻ കുറേ നേരമായി വണ്ടി ഇങ്ങനെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ സംഭവം ഒന്ന് വേണ്ട. ടൊയോട്ടയുടെ ഒരു വണ്ടിയാണ് അത്. കിടന്ന് കറങ്ങുകയാണ് കേട്ടോ മണലിനകത്ത്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് വണ്ടിയുമായിട്ട് കണക്ട് ചെയ്ത് വലിച്ച് കയറ്റി ഇത് അങ്ങ് പുറകെ വരെ പോവും. എന്നിട്ട് അവിടുന്ന് വീണ്ടും ഫ്രണ്ടിൽ വരും. എന്നിട്ട് പിന്നെയും കയറ്റി വലിക്കും. അങ്ങനെ മുമ്പോട്ടും പുറകോട്ടും പോയാണ് പിടിക്കുന്നത്. അതുപോലെ അങ്ങ് ദൂരത്തായിട്ട് ഒരു ഏരിയയിലും കൂടി ഇതുപോലെ വല വലിച്ച് കയറ്റുന്നുണ്ട്. ഈ സമന്മാർ മീൻ വലിച്ച് കയറ്റുന്ന കാണാനായിട്ട് ഞങ്ങളിവിടെ നിന്ന് നടന്നില്ല കൈസ്. സംഭവം ഇപ്പോഴൊന്നും തീരും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അവന്മാർ ഇന്ത്യയിലെന്തോ അത് ഇട്ടേക്കുന്നത്. അവിടുന്ന് വലിച്ച് ഇവിടെ വരെ എത്തിക്കണം, നടക്കത്തില്ല. അപ്പോൾ നമ്മളിനി നേരെ ഇവിടെ അടുത്ത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വേണ്ട അച്ചായം പോന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വ്യൂ പോയിൻറ്റിലല്ല ഫസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം കണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ടൊരു ഗുഹയുണ്ട് കേട്ടോ. എന്താണെന്ന് നോക്കാം. അവിടെ ആയിട്ട് ഒരു ഗുഹയും അതിൻ്റെ സൈഡിലായിട്ട് ഒരു മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം സെറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിൻറ്റിലേക്കുള്ള പോക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് കണ്ടപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു കൗതുകം. അതാണ് നമ്മൾ തിരിച്ചു വന്നത്. മെയിനായിട്ട് കണ്ട സൈഡിൽ നിന്ന് ആളിറങ്ങി വരുന്നുണ്ടോ, അവിടെ ഒരു ഗുഹയുണ്ട്. ആ വെട്ടം കാണരുത്, അതെന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഏരിയ കേട്ടോ. ഈ ഒരു സംഭവത്തിൻ്റെ അടുത്ത് മാത്രമുള്ള സ്പേസ് ഉണ്ടോ ആൾക്കാർക്ക് നടക്കാനുള്ള. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വെള്ളച്ചാട്ടം. അപ്പുറത്തായിട്ടൊരു ഗുഹയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഗുഹ ആയിരുന്നു. പക്ഷേ അതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ അതൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ വേറെ പരിപാടിയൊന്നുമില്ല. അവിടെ ലെബനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. സോ നമ്മൾ അവിടെ കയറിയില്ല. അവിടെ കയറി കാര്യം ചോദിച്ചിട്ട് നമ്മളിങ്ങനെ പോരുന്നു. ഇത് ഈ കാണുന്നതാണ്. ഇത് എന്തൊരു സംഭവം. നല്ല തണുപ്പുണ്ട് കേട്ടോ. താഴെന്ന് മേളിൽ നിന്ന് വെള്ളം താഴോട്ടിട്ടിട്ട് ഇവിടെ താഴെ നിന്ന് ലൈറ്റൊക്കെ കൊടുത്ത് രസമാക്കി വെച്ചിട്ടുണ്ട്. ആടിപ്പൊളി. ഇടിലാൻ കഴിച്ചു ഇടില. അപ്പോൾ ഈ വെള്ളച്ചാട്ടം എന്താ ഇവിടെയാണ്. റൈറ്റ് സൈഡിൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഗുഹ. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലെബനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. വേറെ ഒന്നും ഇല്ല ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഹിൽ ടോപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ആ ഒരു റോഡിൽ ഒരു സൈഡിലായിട്ട് ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുണ്ട്. കൊള്ളാം ഗൈസ്. അപ്പോൾ നമ്മൾ താഴ്ന്ന് കണ്ട നമ്മളാ കയറി വരണമെന്ന് പറഞ്ഞ ആ ഒരു ഹിൽ ടോപ്പിൽ ഇതായിപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ടോപ്പിലാണിപ്പോൾ നിൽക്കുന്നത്. വലിയ ആളൊന്നും ഇല്ല ഇവിടെ. പൊതുവേ ഇവിടെ ഇന്നും ഇങ്ങനെ വലിയ ക്രൗഡൊന്നും ഇല്ല കേട്ടോ. ഇതൊരു റെസ്റ്റോറൻറ്റോ എന്തോ ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ റൗണ്ട് ബിൽഡിങ്ങിൻ്റെ പേര് പറഞ്ഞാണ് നമ്മളിവിടെ കയറി വന്നത്. ഇവിടെ പിന്നെ ആ സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള എന്തോ പാർക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ കിടിലമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റായാലും നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറി പോരുന്നത്. എടാ മോനെ, ഇന്നലെ ബുർജിലെ വ്യൂ, ഇന്ന് ഇവിടുത്തെ വ്യൂ. എൻ്റെ മോനെ ഇജാതി. മൂന്നാറിലെ മലയുടെ മുകളിൽ കയറിയിട്ട് കാണുമല്ലോ മറ്റേ മീശപ്പുലി മലയോ? നീലപ്പൂവൊക്കെ ഉണ്ടാണ്. നീലക്കുറിഞ്ഞി. അതാണ് മല പോലെ. GTA 5 മാപ്പി നോക്കുന്നതാണ് കൊണ്ടല്ലേ. സത്യം കഴിച്ചു ഉള്ളത് പറഞ്ഞാൽ GTA 5 മാപ്പ് കണക്കുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഈ കണ്ട സ്പേസ് ഷിപ്പിനകത്ത് കയറി കേട്ടോ. കണ്ട സൈഡിൽ അച്ഛൻ ഇരിപ്പുണ്ട്, ഇവിടെ ഞാൻ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇപ്പോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ സാധനമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഏഷ്യൻ മിക്സ്ഡ് ഗ്രിൽ. നോക്കാം വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. ഇതിനകത്ത് ചിക്കനും ബീഫും അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസിൻ്റെ ഗ്രില്ലെല്ലാം ഒന്നിച്ചുള്ളതാണെന്നാണ് പറഞ്ഞത്. വരുമ്പോൾ നോക്കാം ഗൈസ്. അപ്പോൾ ആദ്യം എന്തോ ഒരു ടൈപ്പ് സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് കഴിച്ച് നോക്കാം. ഫസ്റ്റ് വന്നേക്കുന്ന സാധനം ഇതാണ്, ഒരു സൂപ്പ്. ഗൈസ്, സംഭവം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പിൻ്റെ ടേസ്റ്റ് നമുക്കൊന്നും മനസ്സിലായില്ല. ഭയങ്കര മധുരവും
അങ്ങനെ എന്തൊക്കെയോ എന്ത് സാധനമൊന്നും എനിക്കറിയത്തില്ല. അച്ചായനാണ് ഓർഡർ ചെയ്തത്. എനിക്കറിഞ്ഞൂടെ അച്ചായനാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഈ സംഭവത്തിനകത്ത് നാരങ്ങ, ഉപ്പ്, കുരുമുളക് തട്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൊള്ളത്തില്ല. മുമ്പത്തെ അത്രയും പോലും കൊള്ളത്തില്ല. ओके ड्राइविंग लाइसेंस है और काम भी करेगा, मैं देखेगा यार कोई ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വന്ന സൂപ്പ് ഫ്ലോപ്പായി. ഇനി ആ ഗ്രില്ലിലാണ് പ്രതീക്ഷ. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതെങ്കിലും ഓക്കെ ആയാൽ മതി. ഗൈസ് അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചിക്കനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട് ഇതിനകത്ത്. ഓക്കെ, ചിക്കനുണ്ട്, ബീഫുണ്ട്, ഞണ്ടുണ്ട്, അങ്ങനെ വേറെ ഏതാണ്ടൊക്കെയോ സാധനങ്ങളുണ്ട്. ഞണ്ടാണോ കൊഞ്ചാണോ? കൊഞ്ച്. ഓക്കെ, ചിക്കൻ, ബീഫ്, കൊഞ്ച്, അങ്ങനെ കുറേ ഐറ്റംസ് വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇനി എടുത്ത് കഴിച്ചാൽ മതി. നമുക്കെടുത്ത് കഴിച്ച് നോക്കാം. ഒരു സൈഡ് കുത്തി പിടിക്കാൻ വരയ്ക്കുക. നമ്മുടെ നാട്ടിലെ മീഡിയം വേവ് ഉപ്പില്ല, എരിവില്ല. ഇതെന്ത് സാധനം? എൻ്റെ അമ്മ എനിക്ക് വേണ്ട മച്ചാനെ, അബദ്ധം പറ്റിയത്. ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ശരിക്കും ഇവർമാർക്കുള്ള ഫുഡാണ്. ഇപ്പം കാണാം കേട്ടോ, അതിൻ്റെ ലൈറ്റ് ഓൺ ആക്കി. അത് വേണമെന്ന് കണ്ടോ? അതല്ല, ഇത് ജാതുവിനുള്ള ഫുഡ് തന്നെയാണ്. ഗൈസ് അതായത് ചിക്കൻ, ബീഫ്, പിന്നെന്താണ്, അങ്ങനെ കുറേ ഐറ്റംസ്. ഒന്നും വേവിക്കാത്ത ഫുഡ് ഗൈസ്. അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ്, നമ്മുടെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ്. എരിവില്ല, ഉപ്പില്ല, പഞ്ചോകം. പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവമൊക്കെയാണ്. ഇരിക്കുന്ന കട സ്പേസ്ഷിപ്പ് പോലെയൊക്കെ ഇരിക്കുന്ന കട. അപ്പം നമ്മൾ ഇവിടുന്ന് പോവുക. ഇതോടിനി ഇല്ല. അപ്പോൾ ഫുഡ് കഴിപ്പ് ഫ്ലോപ്പായ സ്ഥിതിക്ക് നമ്മളിനി അധികം വിഷമൊന്നും മുഖത്ത് കാണിക്കാതെ ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോവുക. ഓക്കെ ഗൈസ്, അപ്പോൾ കുന്നിൻ്റെ മണ്ടല ഫ്ലോപ്പ് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഡിബയിലേക്കാണ്. ഡിബയിൽ പോയി അളിയനെയും പിക്ക് ചെയ്ത് നേരെ അജ്മാനിലോട്ട് പോരുന്നു. ഇപ്പോൾ ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നല്ല ഫുഡ് കഴിക്കുക. അതിനായിട്ട് നമ്മൾ നേരെ വന്നത് അജ്മാനിലെ മലബാർ തട്ടുകട എന്ന് പറഞ്ഞൊരു കടയിലാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുക കേട്ടോ. അതെ, ഇന്നത്തെ രണ്ടാമത്തെ ഫുഡ്. ആദ്യത്തത് കംപ്ലീറ്റ് ഫ്ലോപ്പ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്ത് കടയുടെ വരുന്നു? മലബാർ തട്ടുകട. ഇതേ സ്ഥലം അജ്മാനിലെ മലബാർ തട്ടുകടയിൽ വന്നിട്ട് ഉള്ള വെറൈറ്റി ഐറ്റംസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഐറ്റം മുയലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുയലിനെ ഇന്നത്തെ നമ്മൾ ഡിബയിൽ പോയി അളിയനെയും പൊക്കിയിട്ടുണ്ട്. അളിയനെ നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ വ്ളോഗിൽ. അതെ, അച്ചായനുണ്ട്. അളിയൻ എന്താ പറയാനുള്ള? കഴിഞ്ഞ വ്ളോഗിൽ അളിയനോടൊന്നും സംസാരിച്ചില്ല. അളിയന് നമ്മുടെ സർപ്രൈസിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് അളിയൻ പ്ലാൻ ചെയ്ത് വെച്ചാൽ. കഴിഞ്ഞ വ്ളോഗിൽ നമ്മളൊന്ന് സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അളിയനൊന്നും പറഞ്ഞില്ല. സർപ്രൈസ് അടിപൊളിയായിരുന്നു. അത് ഞാൻ അതിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തീരെ പ്രതീക്ഷിച്ചൊരു സംഭവമല്ലായിരുന്നു. അവിടെ വന്ന് കാണുമെന്നൊക്കെ ഒട്ടും പ്രതീക്ഷിക്കും. ഇനി മേലെ എങ്ങനെ റിയാക്ഷൻ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും നാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം മീൻസ് സന്തോഷം കൊണ്ടുള്ളൊരു സങ്കടം. ഓവറോൾ കമന്റ്സ് എല്ലാം വായിച്ചിട്ടുണ്ട് ഏകദേശം. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ആണ് ഭയങ്കര ടച്ചിങ് ആയിട്ടൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ പേര് ഞാൻ മറന്നുപോയി. അത് ചേട്ടനെ ഇങ്ങനെ ഓർക്കുന്നു എന്നൊക്കെ ഉള്ളൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു എന്താ അങ്ങനെ ഒരു കമന്റ് അത്ര ഇതായിട്ട് വന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു കമന്റ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നുന്നത്. ഗൈസ്, അപ്പോൾ എവിടുന്ന് ഫ്ലോപ്പായോ അവിടുന്ന് തുടങ്ങി. ആദ്യം തന്നെ സൂപ്പ് എല്ലാം ഉണ്ട്. അത് നമ്മുടെ സൂപ്പ് വന്നിരിപ്പുണ്ട്. ചിക്കൻ സൂപ്പാണ് കേട്ടോ. എന്തൊരു സൂപ്പ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് സോറോ? ഓക്കെ, ഹോട്ട് ആൻഡ് സോർ. അത് തന്നെ, ഹോട്ട് ആൻഡ് സോർ. നമ്മൾ അവിടെ കണ്ടത്രയും ലുക്കില്ലെങ്കിലും സാധനം ടേസ്റ്റ് കിട്ടില്ലായിരിക്കും കേട്ടോ. നമുക്ക് ലുക്ക് വേണ്ട, ടേസ്റ്റ് മതി. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഗൈസ്. ഇതിൽ നാരങ്ങ അല്ല കേട്ടോ, ചിക്കൻ പീസ.
ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വന്നത്. നേരത്തെ എന്തുവായിരുന്നു? ബൈ നമ്മൾ നേരത്തെ കഴിച്ച സാധനം പംകിൻ സൂപ്പായിരുന്നു കേട്ടോ. മലയുടെ മണ്ട, കോർബക മലയുടെ മണ്ട. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. പൊറോട്ട, മുയൽ, ഇതെന്താണ് സാധനം? ചെമ്മീൻ റോസ്റ്റ്, അത് ചിക്കൻ പെപ്പർ, അപ്പം, പിന്നെയും പൊറോട്ട, ബീഫ് റോസ്റ്റ്. ഇപ്പോൾ എല്ലാ സാധനം വന്നിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. മുയൽ. ഓക്കെ, ആദ്യമായിട്ട് മുയൽ. കൊള്ളാം. എല്ലാം ഉണ്ടാവും. ഉണ്ട്. കൊള്ളാം. ഈ വ്ളോഗെല്ലാം ഫിറോസ് കാണുന്ന നിൽക്കുമ്പോൾ പേടി. ഈ വ്ളോഗെല്ലാം ഫിറോസ് കാണുന്ന നിൽക്കുമ്പോൾ പേടി. ഫിറോസ് എൻ്റെ ജിമ്മിലെ ട്രെയിനറാണ്. എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാൽ മറ്റേ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, മറ്റേ ഫുഡ് കിട്ടുന്ന കരാമ സെൻ്റർ അല്ലേ? കരാമ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞ് കരാമയിലൊക്കെ പോവും, ഒത്തിരി ഫുഡൊക്കെ കാണും, കഴിക്കല്ലേ. ഞാൻ കരാമയിൽ പോകത്തില്ല, കഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കരാമയിലെങ്കിലും പോയി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു 1.5 ഫുഡ് കഴിപ്പായിരുന്നു ഗൈസ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് അന്നായിരുന്നു. അങ്ങനെ മലബാർ തട്ടുകടയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി പെട്രോൾ പമ്പിൽ വന്ന് നിന്നപ്പോഴാണ് ഒരു ഹമ്മർ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ച് ഒരു ഹമ്മർ നേരിട്ട് കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അടുത്ത വ്ളോഗിലും നമ്മുടെ കൂടെ അളിയനും കാണും. അടുത്ത വ്ളോഗിൽ നമ്മൾ നേരെ പോകുന്നത് ജബൽ അൽ ജെയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.